ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഈസി ഡിസൈനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ. അത് ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ്. ഇത് കണ്ടോ, ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള 2 ബീഡ്സ്. ഇതുപോലെ വാങ്ങാൻ കിട്ടും. ഇത് ഒരു പാക്കറ്റിന് 10 രൂപയാണ്, 10 20 ആണ് ഞാൻ വാങ്ങിയപ്പോൾ. ഇതിങ്ങനെ വാങ്ങാൻ പറ്റുന്ന ബീഡ്സാണ്, 2 ബീഡ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പേൾസോ സ്റ്റോൺസോ എന്തായാലും കുന്തനോ ഒക്കെ ആയാലും അതെല്ലാം 10 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെയുള്ള കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട്, ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മാർക്ക് ചെയ്ത് കൊടുത്തു, ഇതിന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ഒന്ന് വരച്ചിട്ടുണ്ട് എവിടെയൊക്കെ വേണം എന്നുള്ളത്. ഞാനപ്പോൾ ഇത് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിന് സാധാരണ സൂചിയിൽ തന്നെ കൊരുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതുപോലെ സൂചിയിൽ കൊരുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സൂചി താഴ്ന്നെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു ട്യൂബ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ട്യൂബ് ഉണ്ടല്ലോ, ഇതിന് തന്നെ പല കളറിലൊക്കെ കിട്ടും തോന്നുന്നു. ഗോൾഡൻ കളറും ഒക്കെ കിട്ടും തോന്നുന്നു. അങ്ങനെ കിട്ടുമ്പോൾ വേറെ കളറിലും ഒക്കെ പരീക്ഷിക്കാൻ നന്നായിരിക്കും. ഇതൊരു ആൻറ്റിക് കളർ പോലുള്ളതാണ്. പിന്നെ ഗോൾഡൻ കിട്ടും തോന്നുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് കുത്തി താഴേക്ക് എടുക്കാം. അതുപോലെ തന്നെ അടുത്തൊരു 2 ബീഡ്സും അതുവഴി കൊടുക്കാം. അതുപോലെ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒന്നും കൂടി ഇതുവഴി നൂല് ചുറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ കുറേ കൂടി ഇത് പോകാതെ നല്ല സ്റ്റേബിളായിട്ടിരിക്കും. അപ്പോൾ അതും ചെയ്യേണ്ടത് ഇതുപോലെ ഈ ട്യൂബിൽ കൂടെ ഒന്നും കൂടെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചായിട്ട് കറക്റ്റ് ഒരു ട്രയാങ്കിളായി മാറും. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം. ഇനി ഒരെണ്ണം നമുക്ക് തിരിച്ച് ഡയറക്ഷനിൽ ചെയ്യാം. അപ്പോൾ ഇനി തിരിച്ച ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വലിയ ഒരെണ്ണം കൊടുക്കാം. അപ്പോൾ അതിന് അത് ഇങ്ങനെ കൊടുത്തു. പിന്നെ അടുത്തത് താഴേക്ക്.
ഇതുപോലെ വെച്ചിട്ട് താഴേക്ക്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എംബ്രോയ്ഡറി അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇത്. പിന്നെ അധികം സമയം എടുക്കത്തില്ല, ഒട്ടും സമയം എടുക്കാത്തൊരു ഡിസൈനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തത് ഇതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഇതിപ്പോൾ ഇനി ഒരു 2 ലെയറോ 3 ലെയറോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ സിംഗിളായി, ഇപ്പോൾ ഇത് വലിയ ടൈപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓരോ ലെയർ ചെയ്ത് കുറച്ച് ബീഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതുപോലെ ചെയ്തു പോകാം. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതുപോലുള്ള ഹാഫ് പേൾസ് വെച്ചിട്ട് ഡെക്കറേഷൻ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാ ട്രയാങ്കിളിൻ്റെയും നെക്സ്റ്റ് ആയിട്ട് ഓരോ പേൾ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. ഓരോന്ന് ചെയ്തിട്ട് അതിനനുസരിച്ച് കൊടുത്തു പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ സൈഡുണ്ടല്ലോ, അവിടെയും ഓരോന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒരു പാറ്റേൺ കൊടുക്കുമ്പോഴായിരിക്കും എല്ലാ ഡിസൈനും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി അതുകൂടെ കൊടുക്കാം. ഈ ഹാഫ് പേളും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ. ഉണ്ടോ, ഇതുപോലെ ഇതിപ്പോൾ ഉണങ്ങുമ്പോൾ ഈ വൈറ്റ് കളറൊക്കെ അങ്ങ് മാറും. ഇതുപോലെ ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ 2 ബിറ്റ്സ് ഒക്കെ ഇവിടെയൊക്കെ കൊടുത്ത് ഫുള്ളങ്ങ് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഉണ്ടോ, ഇതുപോലെ ചെയ്ത് ഈ നെക്കിന് ചുറ്റുമായിട്ട് ചെയ്യാം. പിന്നെ സ്ലീവ്സിലും ഇതുപോലെ കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ സ്ലീവ്സിൽ വേണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കായിരിക്കും. അപ്പോൾ ഇതൊരു മോഡേൺ ലുക്കായിട്ടുള്ള കുർത്തീസിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.